ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം കുറെ നാളുകളായി ഇവർക്കിടയിൽ പുകഞ്ഞുകൊണ്ടിരുന്ന അതിരൂക്ഷമായിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ തുടക്കമാണ്. പ്രത്യേകിച്ച് ഹമാസിനു വേണ്ടിയാണ് ഇറാൻ ഇസ്രയേലിനോട് ഇടയുന്നത്. കേൾക്കുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല വിനോദ്. കേൾക്കുന്നുണ്ടോ? ശരി. അപ്പോ ഇസ്രയേലിനെ കയറി ചൊറിഞ്ഞ ഹമാസ് പിന്നീട് ഹമാസ് ഉദ്ദേശിച്ചതും ഒരു ലോക മഹായുദ്ധം തന്നെയായിരുന്നു. അതായത് ഇറാൻ ഇതിന് കയറി പിടിച്ചു കഴിഞ്ഞാൽ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇന്ത്യ, ഒരുപാട് രാജ്യങ്ങൾ കലുഷിതമായ ഒരു സാഹചര്യത്തിലേക്കും ഒരു ഭീമമായ യുദ്ധത്തിലേക്കും, അതായത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കും പോകും എന്ന് കൃത്യമായ രൂപത്തിൽ ഹമാസ് മനസ്സിലാക്കിയാണ് ഇത് എറിഞ്ഞത്. പക്ഷേ എന്തുകൊണ്ടോ ഖത്തറിന്റെയും അമേരിക്കയുടെയും ഈജിപ്തിന്റെയും ഒക്കെ അവസരോചിതമായിട്ടുള്ള ഇടപെടൽ കാരണം ഒരു മഹായുദ്ധം നടന്നില്ല. പക്ഷെ അവര് വെറുതെ ഇരിക്കുവോ? ഇല്ല. അപ്പോഴും എന്തുകൊണ്ട് യുദ്ധം ഇസ്രായേൽ തുടങ്ങുന്നില്ല ഇറാനെതിരെ? എന്തുകൊണ്ട് ഇറാൻ ഇസ്രായേലിനെ തിരിച്ചടിക്കുന്നില്ല? ഇതായിരുന്നു ഇവർ നിരന്തരം ചോദിച്ചു കൊണ്ടിരുന്നത്. ഇത് ഇറാൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ സ്വന്തം ആൾക്കാരാണ്, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇവരുടെ ശത്രു രാജ്യമാണ്. അതൊക്കെയാണ് ഇവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതവരുടെ കുഴപ്പമല്ല, അവരുടെ തലച്ചോറിൽ അവരെ കീഴടക്കിയിരിക്കുന്ന മതചിന്തയാണതിന് കാരണം. നമ്മൾ വിചാരിച്ചാൽ അത്ര പെട്ടെന്നൊന്നും ആ മതചിന്തയൊന്നും മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയില്ല. കാരണം രൂഢമൂലമാണ്, രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സ്വഭാവ ഗുണമാണ് ഈ മതചിന്ത എന്ന് പറയുന്നത്. മതചിന്തയും യുക്തിചിന്തയും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകില്ല. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട്, സൗദി അറേബ്യയിലൊക്കെ ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു അമുസ്ലിം എന്തെങ്കിലും മതത്തെക്കുറിച്ച് പറഞ്ഞാൽ ഉടനെ കുറെ ആളുകൾ അതിനെ ചുറ്റി വട്ടം പിടിച്ച് അദ്ദേഹം താമസിക്കുന്ന റൂമിലെത്തും. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് അദ്ദേഹത്തിന്റെ പ്രൊഫൈലുകൾ അദ്ദേഹം ഏതോ കാലത്ത് എന്തെങ്കിലും വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ വിവാദമാക്കി. അതായത് ഇവരുടെ ലക്ഷ്യം സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ ഇവന്റെ ഒക്കെ തന്തമാർക്ക് സ്ത്രീധനം കിട്ടിയതാണ്. ഇവിടെ ഇരുന്നിട്ട് ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് ഒരാളും ഇവിടെ ഇരിക്കണ്ട എന്ന രൂപത്തിലാണ് ഇവർ സൗദി അറേബ്യയെ കാണുന്നത്. നമുക്കറിയാം, നൂബുർ ശർമ്മയുടെ വിഷയം വന്നല്ലോ. ടൈംസ് നൗ എന്ന് പറയുന്ന ചാനലില് ഗ്യാൻവാപ്പി വിഷയത്തിൽ ഒരു ചർച്ച നടക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് ഭീകരനായിട്ടുള്ള തസ്ലീം അഹമ്മദ് റഹ്മാനി ഒരു ഭാഗത്തും എതിർഭാഗത്ത് നൂബുർ ശർമ്മ എന്ന BJPയുടെ വക്താവായിട്ടുള്ള അഡ്വക്കേറ്റ് മറുഭാഗത്തും. അങ്ങനെ ഇവര് രണ്ടുപേരും നിന്നു. ഈ തസ്ലീം അഹമ്മദ് റഹ്മാനി ആണെങ്കിൽ ഈ ഗ്യാൻവാപ്പി വിഷയത്തിലുള്ള ചർച്ചയെ വിട്ടിട്ട് നൂബുർ ശർമ്മയുടെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളും മതപരമായിട്ടുള്ള പരിഹാസങ്ങളും തുടർന്നു. സൗണ്ടില്ല. ചിലപ്പോഴേ നമുക്കപ്പോൾ മൈക്ക് വേണ്ട. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? മൈക്ക് വേണ്ട. ചിലപ്പോൾ ഫാനിന്റെ ഒക്കെ ശബ്ദങ്ങൾ എങ്ങാനും വരാൻ സാധ്യതയുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇപ്പൊ ഓക്കെ അല്ലേ? ശരി, മതി. അപ്പോ ഈ തസ്ലീം അഹമ്മദ് റഹ്മാനിയുടെ വിമർശനം രൂക്ഷമായപ്പോൾ സ്വാഭാവികമായും നമ്മളൊരു ചാനലിൽ ഡിസ്കഷൻ ഇരിക്കുമ്പോൾ എതിർപക്ഷം എങ്ങനെയാണോ നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ തിരിച്ചു നമ്മളും ചെയ്യും. അവരിങ്ങോട്ട് വിമർശിക്കുന്ന അതേ നാണയത്തിൽ നമ്മൾ തിരിച്ചും വിമർശിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചാനലിലൊക്കെ ഡിസ്കഷൻ വരുന്നത് ജയിക്കാൻ വേണ്ടിയോ ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ല. ചില വിഷയങ്ങളെ സംബന്ധിച്ച് മറ്റുള്ളവർ, അതായത് ഭൂരിപക്ഷം പറയാൻ മടിക്കുന്ന ഭയക്കുന്ന വസ്തുതകളെ
തുറന്നു പറയാൻ നമുക്കൊരു വേദി കിട്ടിയാൽ തീർച്ചയായിട്ടും നമ്മളത് ഉപയോഗപ്പെടുത്തുക തന്നെ വേണം. ഇതാണ് എൻ്റെ ലക്ഷ്യം. അപ്പൊ അങ്ങനെ തസ്ലീം അഹമ്മദ് റഹ്മാനിയെ എതിർത്തുകൊണ്ട് നൂപുർ ശർമ്മയും പ്രവാചകന്റെ വിവാഹവും അതുപോലെ ആകാശാരോഹണം, ബുറാക്ക്, പിന്നെ ഭൂമി പരന്നതാണ് എന്ന് ഖുർആൻ പറഞ്ഞതും ഒക്കെ ആയിട്ട് അവരും വിമർശിച്ചു. കഴിഞ്ഞല്ലോ പുകില്. ഉടനെ തന്നെ കുവൈത്തിൽ കുറെ മലയാളികൾ, കുറച്ച് ഇന്ത്യക്കാരുമുണ്ട്, എല്ലാവരും കേരളക്കാരെ മലയാളികളെ പ്രത്യേകിച്ച് പറഞ്ഞു, കാരണം കേരളം ഒരു രാജ്യമാണല്ലോ. അങ്ങനെ ഇവരെല്ലാവരും കൂടി കുറച്ച് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുവാണ് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. നോക്കണം ഇവരുടെയൊക്കെ ചിന്ത പോകുന്നത്. അപ്പൊ കുവൈത്ത് പറഞ്ഞത് സ്വന്തം രാജ്യത്തിനെതിരെ ഈ രൂപത്തിൽ ബഹിഷ്കരണ ചിന്തയുമായി നമ്മുടെ രാജ്യത്ത് ഇവര് നിന്നാൽ നാളെ ഇവര് നമ്മുടെ രാജ്യത്തെ എതിർത്ത് ഇതിന്റെ അപ്പുറം ചെയ്യും. അതുകൊണ്ട് ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ ബഹിഷ്കരണം ഒന്നും ആരും ചെയ്യേണ്ട, അവർക്കെതിരെ കനത്ത ശിക്ഷാ നടപടികളാണ് അന്ന് സൗദി അറേബ്യ സ്വീകരിച്ചത്. അപ്പൊ സൗദി അറേബ്യ ഇപ്പം നമുക്കറിയാം, ഖത്തറൊക്കെ ആണെങ്കിലും പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ രണ്ടാം കിട പൗരന്മാരാണെന്നാ, രണ്ടാം കിട മുസ്ലിം ആണെന്നാണ് അവരൊക്കെ പറയുന്നത്. അവരാരും ഇവരെ ഒന്നും മുസ്ലിങ്ങളായിട്ട് അംഗീകരിക്കുന്നു പോലുമില്ല. പക്ഷെ ഇവരെ വലിയ രൂപത്തിൽ അവരെയും കൊണ്ടുപിടിച്ച് നടക്കുകയാണ്. ഇപ്പോ സൗദി അറേബ്യ ശക്തമായ ഒരു നിയമം നടപ്പാക്കുകയാണ്, ഒരു സ്വദേശിവൽക്കരണം. ഇനി നിങ്ങളുടെ ഒന്നും മൂച്ചും മുറയും ഇവിടെ നടപ്പാവില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് അവനവന്റെ രാജ്യത്ത് പോയി കൂലിപ്പണി എടുത്തെങ്കിലും ജീവിച്ചോ. സ്വദേശിവൽക്കരണം ഉൾപ്പെടെയുള്ള ഭീഷണികൾ ഉയർന്നു വന്നിരിക്കുകയാണ് ഇപ്പോൾ സൗദിയിൽ. ലക്ഷക്കണക്കിന് മലയാളികൾ ഇന്നും ജോലി ചെയ്യുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ. നമ്മൾ ഇവിടെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി, അന്നത്തിന് വേണ്ടി, പിഴച്ചു പോകാൻ വേണ്ടി വന്നതാണ് എന്ന ഒരു ധാരണയല്ല. ആരെങ്കിലും ഏതെങ്കിലും ഒരു മലയാളി ഒരു പോസ്റ്റ് ഇട്ട് ഒരു കമന്റ് ചെയ്ത് ഉടനെ തന്നെ അവിടെ പോകുക, മാപ്പ് പറയിപ്പിക്കുക, പിന്നീട് സൗദി ഭരണകൂടത്തെ അവരുടെ കഫീലിനെയൊക്കെ അറിയിപ്പിച്ച് ഇവരുടെ ജോലി കളയുക, ശിക്ഷ വാങ്ങി കൊടുക്കുക, ട്രാവൽ ബാൻ അടിച്ച് തിരിച്ചുവിടുക, ഇതൊക്കെയാണ് ഇത്രയും കാലം ഇവർ ചെയ്തിരുന്നത്. നമ്മൾ പഴുത്ത ഇലയാണ്, അതല്ലെങ്കിൽ പച്ച ഇലയാണ്, ഇതൊക്കെ ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതാ. ഇതേ അവസ്ഥയിൽ തന്നെ നാളെ നമ്മളും വന്ന് നിൽക്കും എന്നൊന്ന് ചിന്തിക്കണമായിരുന്നു. അപ്പോ ഈ സ്വദേശിവൽക്കരണ സമയത്ത് ഇടക്കാലത്ത് പലർക്കും ജോലി നഷ്ടപ്പെട്ടു. പുതിയ സാധ്യതകൾ തേടിയുള്ള യാത്രകൾ ഇന്നും ശക്തമായി തുടരുകയാണ് സൗദിയിൽ. ഉയർന്ന യോഗ്യതയുള്ള പ്രൊഫഷണലുകളെയാണ് സൗദി അടുത്ത കാലത്തായിട്ട് പ്രധാനമായിട്ടും അവരെ സേവനം കൊടുക്കുന്നത്. പക്ഷേ ഇത്തരം തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിദേശികളെ സംബന്ധിച്ച് അല്പം ആശങ്കയിടയാക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും പുറത്തു വരുന്നത്. പല രാഷ്ട്രങ്ങളിലും 10,000-കണക്കിന് പ്രൊഫഷണലുകളുടെ ജോലി കളഞ്ഞ AI സാങ്കേതിക വിദ്യ തന്നെയാണ് സൗദിയിലും വില്ലനായത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായിട്ടുള്ള സാങ്കേതിക വിദ്യകളിൽ വൻതോതിലുള്ള നിക്ഷേപമാണ് സൗദി അറേബ്യ അടുത്ത കാലത്തായിട്ട് നടത്തിയത്. ഇതിൽ തന്നെ ഭാവിയിലെ ഹൈടെക് ജോലികൾക്കായി വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്നതിന് വിദ്യാഭ്യാസ മേഖലയിലെ നിക്ഷേപത്തിന് രാജ്യം വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. AI സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ആരോഗ്യം, ഗതാഗതം, വിദ്യാഭ്യാസം, സ്മാർട്ട് സിറ്റികൾ തുടങ്ങിയ മേഖലകളിൽ വലിയ രൂപത്തിലുള്ള പരിവർത്തനം കൊണ്ടുവരികയാണ് ഇപ്പോൾ സൗദിയുടെ ലക്ഷ്യം. അതായത് ഭാവിയിൽ ഈ രംഗത്തെ ജോലികളിൽ വലിയ ഒരു വിഭാഗം AI വിദ്യയിലേക്ക് മാറും. അങ്ങനെ വരുമ്പോൾ ജോലി പലർക്കും നഷ്ടപ്പെടും. AI പ്രവാസികളുടെ മാത്രം അല്ല ജോലി കളയുന്നത്, സ്വന്തം പൗരന്മാരുടെയും ജോലി പോകുമെന്ന് സൗദി അറേബ്യ പറയുന്നുണ്ട്. ഏറ്റവും ആദ്യം തെറിക്കുന്നത് വിദേശികളുടേതായിരിക്കും. കാരണം സ്വദേശികൾ ആ മേഖലയിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന രൂപത്തിലാണ് സൗദി ഇപ്പോൾ നയം കൊണ്ടുവരുന്നത്. ഇപ്പോൾ സൗദി ഡേറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റി അഥവാ SDAIA, ഇതിന്റെ വിദ്യാഭ്യാസ മന്ത്രാലയം ഇതിന്റെയൊക്കെ നേതൃത്വത്തിൽ 2030 സ്വന്തം നാട്ടുകാരായിട്ടുള്ള 20,000 AI വിദഗ്ധരെയാണ് സൗദി ലക്ഷ്യം വയ്ക്കുന്നത്. എണ്ണയിൽ നിന്ന് സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കുക, നവീനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിക്കുക, യുവാക്കളെ പുതുതലമുറയുടെ ജോലികൾക്കായി സജ്ജീകരിക്കുക, ഇതൊക്കെയാണ് വിഷൻ 2030 പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് സൗദി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വിജ്ഞാപനം. നിങ്ങൾ വിചാരിച്ചു എല്ലാ കാലവും നിങ്ങൾ അവിടെ നിൽക്കുമെന്നല്ലേ?
ഒരുപാട് പേരുടെ ഉപജീവനം കളഞ്ഞ ആളുകളുണ്ട് മലയാളികൾ. ഒരുപാട് പേരുടെ, അറിഞ്ഞോ അറിയാതെയോ, അവരവന്റെ അഭിപ്രായങ്ങൾ ഒരു കമന്റ് രൂപത്തിലെങ്കിലും, ഒരു പോസ്റ്റ് രൂപത്തിലെങ്കിലും ആരെങ്കിലും പങ്കുവെക്കുകയോ അവരുടെ അഭിപ്രായങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഏതെങ്കിലും വിവരങ്ങൾ ഷെയർ ചെയ്യുകയോ ലൈക്ക് അടിക്കുകയോ ചെയ്താൽ അവരെ പിന്നാലെ നടന്ന് ബുദ്ധിമുട്ടിപ്പിച്ച് ആ രാജ്യത്ത് നിന്ന് പുറത്താക്കിയപ്പോൾ നിങ്ങൾ ചിന്തിച്ചോ, നിങ്ങളും ഒരിക്കൽ ഈ രാജ്യത്ത് നിന്ന് പുറത്താകുമെന്ന്? ഇല്ല. ഇവര് വിചാരിച്ചു എല്ലാ കാലവും സൗദി, ഇവന്റെയൊക്കെ അപ്പന് സ്ത്രീധനം കിട്ടിയതായതുകൊണ്ട് ഇവനൊക്കെ അവിടെ തന്നെ നിൽക്കുമെന്ന് വിചാരിച്ചു. ഇല്ല, കാലം നിങ്ങൾക്ക്